steak cookie. സ്റ്റേക്കിന്റെ കൂടെ സൈഡായിട്ട് കുറച്ച് വെജീസ്, സോൾട്ടഡ് വെജീസ്, ഗ്രിൽഡ് വെജീസ് ഒക്കെയാണ് കഴിക്കാൻ പോകുന്നത്. ബ്രൊക്കോളി, ക്യാരറ്റ്, ഇത് മറ്റേ ബേബി കോൺ, ബേബി അല്ലാത്ത കോൺ, നോർമൽ കോൺ, മദർ കോൺ. ചേട്ടാ എന്നെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒപ്പാക്കിയില്ലേ? ശരിയാവില്ല. വെജീസ് സോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പാപ്രിക്ക, പിന്നെ പിരി പിരി സീസണിങ്. മാത്രമേ remove complete water content. നന്നായി കുരുമുളക് പൊടി using pepper and salt. Few salt also. കുറച്ച് ഉപ്പ് നന്നായിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇവിടെ ഇല്ല, രാവിലെ വാങ്ങിച്ചോണ്ട് വരും. ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ, നമ്മൾ ജസ്റ്റ് ഈ വെജീസ് ഒന്ന് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇച്ചിരി ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കാം. ഓക്കെ, പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, ബട്ടർ ഒഴിച്ചു, എന്നിട്ട് അതിലേക്ക് കുറച്ച് എന്തെങ്ങനെ ഗാർലിക് അരിഞ്ഞിടുക. കുറച്ച് മതി. നമ്മള് വെജീസ് സോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത്ര മതി. നമ്മൾ സോട്ട് ചെയ്ത വെജീസ് ഇതിലേക്ക് ഇടാൻ പോവാണ്. അല്ല, വെജീസ് സോട്ട് ചെയ്യാൻ പോകും. ബട്ടൺ മഷ്റൂംസ് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ അരിഞ്ഞിടുക.
some mixed herbs. This is the real taste maker. ടേസ്റ്റി മേക്കർ. Yeah. Mixed herbs, you get all kind of herbs like oregano, thyme, basil, marjoram. Stir well. For some time. Yeah, like maybe for 5 minutes. It's cooked. Let's air fry some baby potatoes and baby corns. Add pinch of mixed herbs. Cut. നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു 180 ഡിഗ്രീസിൽ for 15 to 20 minutes ചെയ്താൽ മതി. And if you want to make it more crispier, another 3 minutes കൂടെ വെക്കുക. വടിച്ച് എത്രയാണ്? എന്നിട്ട് നമ്മൾ ഇപ്പൊ 220 ആ കിടക്കുന്നത്, നമുക്ക് അത്രയും വേണ്ട. സോ മേക്ക് ഇറ്റ് ടു 180. ഇച്ചിരി 180 and timer for for 15 to 20 minutes. Let's keep it for 18 minutes. Thermal cooking going on. Stir well. നന്നായിട്ട് ഇളക്കുക. ഒരുമാതിരി കുക്കായെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി ഇരിക്കട്ടെ. അതിന് വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി വേവിക്കാതിരിക്കുന്ന ആ ടേസ്റ്റ്. നമ്മൾ സ്റ്റേക്ക് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതൊരു ഗ്രിൽ പാൻ ആണ്. ഓക്കെ, സോ ഹീറ്റ് ഇറ്റ്. ഒലിവ് ഓയിൽ അല്ലേ? ഒലിവ് ഓയിൽ ഒഴിക്കാം. Now the most important step, set yourself alarm for 1 minute. എന്നിട്ട് ഈ ചൂടായ പാനിലേക്ക് സ്റ്റേക്ക് ഇടുക. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 1 minute ഒരു സൈഡ്, മറ്റേ സൈഡ് പിന്നെ ഒരു 1 minute. ഓക്കെ, ഓരോന്നും എടുക്കണോ? അതില് ചെറുതായതുകൊണ്ട് ഇടാൻ വയ്യ. നഷ്ടമായില്ലേ? രണ്ടായിട്ട് കട്ട് ചെയ്തെങ്കിൽ പോരായിരുന്നു. അത് തിരിച്ചിടാം. ഓക്കെ, അതിന്റെ കളർ മാറി ഇത്ര ആവാൻ പാടും. ഇതിന്റെ സൈഡിൽ ഇച്ചിരി റബ്ബർ പോലെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കണം. സൈഡില് റബ്ബർ പോലെ ഇരിക്കുന്ന സാധനം. ഇത് അധികം കുക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് ഹാർഡായിപ്പോയി. അതിൻ്റെ എണ്ണ എടുത്ത് ഇത് വേണം. അരി പറ്റിയിരിക്കുന്ന എണ്ണ നമ്മളിതെടുത്ത് മാറ്റി വെക്കുക. ഒരു എണ്ണ അത് അടുത്ത് വിടും. ബാക്കിയുള്ള ബീഫ് പോർഷനും കൂടെ നേരത്തെ കണ്ട മാതിരി ഫ്രൈ ചെയ്തെടുക്കുക.
ഒരു മിനിറ്റ് ഒരു സൈഡ് മറുവശം മറിച്ചിട്ട് വീണ്ടും 1 മിനിറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇച്ചിരി ഗീ ഒഴിക്കുക. എന്നിട്ട് അതിൽ ഗാർലിക് പിന്നെ ഫ്രഷ് തൈംസ് ഇടുക. അതൊന്ന് പിടിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ബട്ടറും ഗാർലിക്കും തൈമും കൂടെ ഒലിവ് ഓയിലിന്റെ കൂടെ ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് നേരത്തെ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ അതിങ്ങനെ അതിന്റെ മേലെ ഇങ്ങനെ ഗാർലിക്കിന്റെ ഒക്കെ ഫ്ലേവർ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഓയിലെടുത്ത് ഇങ്ങനെ അത് തന്നെയല്ലേ ഇനിയും ഇത് ബാക്കി ഇതിൽ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇല ഒരെണ്ണം ഇങ്ങനെ അതിന്റെ മേലെ ഇത് ഒരെണ്ണത്തിൽ ഇത്ര ഗാർലിക് വെക്കണോ? അതൊന്ന് കട്ട് ചെയ്യും. അതേപോലെ ഈ ഓയിൽ ഇച്ചിരി ഇങ്ങനെ ഒഴിക്കുക. ഇങ്ങനെ കണ്ടോ? ഈ ഗാർലിക് തിന്നാൻ നല്ല ടേസ്റ്റാ. ഇതവിടെ വെച്ചോ. എല്ലാം എടുക്കും. This is the last piece. ഈ പാനേ ഭയങ്കര ഇതാ ഞാൻ പറഞ്ഞ പറ്റിച്ചു പോയി. ഇത് നേരത്തെ നമ്മൾ 18 മിനിറ്റ് തെർമൽ കുക്കിംഗ് നടത്തിയ സാധനം. This is the final product. ഇതാണ് സംഭവം. കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഫോർക്കും കത്തിയൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ബിക്കി പൊറോട്ട ആൻഡ് തൈര് കഴിക്കാം. ഹാവ് എ സീറ്റ്. Cheers.